പുത്തൻവേലിക്കര മോളി കൊലക്കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി. പ്രതി അസം സ്വദേശി പരിമൾ സാഹുവിൻ്റെ വധശിക്ഷയാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന കണ്ടെത്തലോടെയായിരുന്നു വിചാരണ കോടതി നേരത്തെ പ്രതിക്ക് വധശിക്ഷ നൽകിയത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രതിയെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. നാട്ടിൽ നടന്ന അതിക്രൂരമായ കൊലക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിൻ്റെ ഞെട്ടലിലാണ് പുത്തൻവേലിക്കര നിവാസികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പുത്തൻവേലിക്കര മോളി കൊലക്കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയത്. അസം സ്വദേശിയായ പരിമൾ സാഹുവിനെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. പ്രതി കൃത്യം നടത്തിയത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്നും കോടതി പറഞ്ഞു. പോലീസ് ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ഉതകുന്നതല്ല എന്നും ഉത്തരവിലുണ്ട്. ജയിലിൽ കഴിയുന്ന പ്രതിയെ മറ്റു കേസുകളില്ലെങ്കിൽ ഉടൻ മോചിപ്പിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മാർച്ച് 18 രാത്രിയിലായിരുന്നു കൊലപാതകം നടന്നത്. പുത്തൻവേലിക്കര സ്വദേശിനി 60 വയസ്സുള്ള മോളി പടയാട്ടിൽ പീഡനശ്രമത്തിനിടെ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഭിന്നശേഷിക്കാരനായ മകനൊപ്പമാണ് മോളി താമസിച്ചിരുന്നത്. 1.5 ഏക്കറോളമുള്ള പറമ്പിന്റെ നടുവിലായിരുന്നു ഇവരുടെ വീട്. വീടിന്റെ പിറകുവശത്തുള്ള ഓടിട്ട കെട്ടിടത്തിലാണ് മുന്ന എന്ന പരിമൾ സാഹുവും സുഹൃത്തുക്കളും വാടകയ്ക്ക് താമസിച്ചിരുന്നത്. സമീപത്തെ ഒരു കോഴിക്കടയിലെ ഡ്രൈവറും ഇറച്ചിവെട്ടുകാരനുമായി ജോലി ചെയ്യുകയായിരുന്നു സാഹു. നന്നായി മലയാളം സംസാരിക്കുന്ന പരിമൾ സാഹു ഈ വീട്ടുകാരുമായി നല്ല അടുപ്പത്തിലായിരുന്നു. കൊലപാതക ദിവസം രാത്രിയിൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. രാത്രി 1:30 മദ്യപിച്ചെത്തിയ പരിമൾ സാഹു മോളിയുടെ വീടിന്റെ സിറ്റൌട്ടിലെ ബൾബ് ഊരി മാറ്റിയ ശേഷം കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന മോളിയെ വീട്ടിനുള്ളിലേക്ക് തള്ളിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എതിർത്തപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ബലപ്രയോഗത്തിനിടെ പ്രതിയുടെ ശരീരത്തിൽ മോളി കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. മരണം ഉറപ്പാക്കാൻ വേണ്ടി വീടിന് മുൻവശത്ത് അലങ്കാരമായി ഇട്ടിരുന്ന വെള്ളാരം കല്ലെടുത്ത് തലക്കടിച്ചു. കൊലയ്ക്ക് ശേഷം മൃതദേഹം ഹാളിലൂടെ വലിച്ചിഴച്ച് കിടപ്പുമുറിയിൽ കൊണ്ടിടുകയായിരുന്നു. മോളി കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2021 മാർച്ചിലാണ് പ്രതിക്ക് വധശിക്ഷ നൽകി പറവൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. പരിമൾ സാഹുവാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ മതിയായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ച രൂക്ഷമായ വിമർശനത്തിനും കാരണമായി. ന്യൂസ് 18 കൊച്ചി.